ഒരുപാട് പേര് പരാതിയുണ്ട്, പക്ഷെ ആരും മുന്നോട്ട് വരാത്തതാണ്. കാരണം ഒരുപാട് കുട്ടികൾ അവരെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ് അവരെ. പറഞ്ഞ് ടീച്ചറെ ഞാൻ ആ കൊച്ചിനെ അടിച്ചു എന്നുള്ളത് സത്യമാണ്. കാരണം കുട്ടി കുരുത്തക്കേട് കാണിച്ചു, അവർ ഓരോ ചെറിയ അടി കൊടുത്ത് അവിടെ ഇരുത്തിയെന്നുള്ളത് സത്യമാണ്. അല്ലാതെ മാരകമായി ഞാൻ മർദ്ദിച്ചിട്ടില്ല എന്ന് ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു. അവിടുത്തെ PTA പ്രസിഡന്റ് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നിട്ടും ഈ ക്രിസ്ത്യൻ ഇങ്ങനെ കാട് പിടിച്ച് നശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ടില്ലയോ എന്ന് ഫേസ്ബുക്കിലൊരു വാർത്തയുണ്ട്. അന്ന് തൊട്ടാണ് എൻ്റെ മോളെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കല്ലമ്പലം കവലയൂരിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അധ്യാപിക മർദ്ദിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കവലയൂർ സ്വദേശി സുനിൽ സന്ധ്യ ദമ്പതികളുടെ മകൾ സാന്ദ്രയ്ക്കാണ് പരിക്കേറ്റത്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ അക്ഷരങ്ങൾ വേഗത്തിൽ എഴുതാത്തതിന്റെ പേരിലായിരുന്നു കുട്ടിയെ അധ്യാപിക ചൂരലുകൊണ്ടാ മർദ്ദിച്ചത്. വ്യാഴാഴ്ച 3ാമത്തെ പീരീഡായിരുന്നു ഇംഗ്ലീഷ്. സ്പീഡിന് എഴുതാത്തതിനാണ് അടിച്ചതെന്നാണ് മോള് പറയുന്നത്. പനിയായിരുന്നു, വെള്ളിയാഴ്ച നല്ല പനിയായിരുന്നു. അപ്പോൾ കൈ അവൾ ബാക്കിലോട്ട് വിളിച്ചു. അപ്പോൾ ഏട്ടൻ ചോദിച്ചു, എന്താ മോളെ കൈ? അത് ചാച്ച റിനി ടീച്ചർ അടിച്ച്. അപ്പോൾ കൈ നോക്കിയപ്പോൾ നല്ല നീരുണ്ട്. അങ്ങനെ അപ്പോഴത്തന്നെ നമ്മൾ ശനിയാഴ്ച രാവിലെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, താലൂക്ക് ആശുപത്രിയിൽ. എന്തൊരു ഉണ്ട് അടിച്ചതെന്ന് വെച്ചാൽ പറഞ്ഞ് ചൂരലുണ്ട്, 2 അടി കൈ പിടിച്ചാണ് അടിച്ചതെന്നാണ് മോള് പറയുന്നത്. ഒരുപാട് പേര് പരാതിയുണ്ട്, പക്ഷെ ആരും മുന്നോട്ട് വരാത്തതാണ്. കാരണം ഒരുപാട് കുട്ടികൾ അവരെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ് അവരെ. ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്താൽ അവർ ഇത് കണക്ക് വീട്ടിൽ ചെന്ന് എല്ലാവരുമായിട്ട് ഇവിടെയും വന്നായിരുന്നു ഞായറാഴ്ച ഇരുന്ന്. അപ്പോൾ കാണാൻ പറ്റിയില്ലായിരുന്നു. ടീച്ചറും അമ്മയും കൂടിയാണ് മോളെ കാണാൻ വന്നത്. നമ്മൾ മുന്നോട്ട് തന്നെ പറഞ്ഞു, കാരണം നമ്മളെ കൊച്ചിന് വന്ന കണക്ക് വേറൊരു കുട്ടികൾക്കും വരരുത് എന്ന്. അപ്പോഴത്തേനും അപ്പോൾ അവർ പറയണ കുട്ടീനെ അടിച്ചിട്ടേ ഇല്ല. പിന്നെ പറയുന്നത് എനിക്ക് കുട്ടിയുടെ മുഖം പോലും ഓർമ്മയില്ല എന്ന്. ഒരു 10 കുട്ടികൾ 1ാം ക്ലാസ്സിലുള്ള കുട്ടികളെ ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര. അപ്പോൾ ഓർമ്മയില്ലാതെ പിന്നെ എങ്ങനെ ഒരു ചായക്കടക്കാരൻ്റെ മോളെന്ന് പറയുമ്പോൾ അവർക്ക് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല, അതൊരു കുറച്ചിലായിരിക്കും ടീച്ചർമാർക്ക്. അങ്ങനെ അത് അന്വേഷിച്ച് ഇവിടെ വന്ന് പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ് ടീച്ചറുടെ ചോദിച്ച് മോളെ ഫോട്ടോ എനിക്കൊന്ന് കാണുന്നത്. അപ്പോൾ ID കാർഡിലെ ഫോട്ടോ കാണിച്ചാണ് മോളെ അവർ ടീച്ചർ അറിയുന്നതെന്ന്. വലത് കൈയിലെ വിരലിന് പരിക്കേറ്റ കുട്ടിയെ വർക്കല താലൂക്ക് ആശുപത്രിയിലും ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ച ചികിത്സ നൽകുകയായിരുന്നു. അധ്യാപിക കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുട്ടിയെ മർദ്ദിച്ചത്. എന്നാൽ വേദനയുള്ള വിവരം കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം കൈ മറച്ചു പിടിക്കുന്നത് കണ്ട മാതാവ് പരിശോധിച്ചപ്പോഴാണ് വിരലിലെ നീര് ശ്രദ്ധയിൽപ്പെട്ടത്. പരിക്കിനെ തുടർന്ന് പനി വന്ന കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് വിരലിലെ ലിഗമെന്റിന് പരിക്കേറ്റതായി കണ്ടെത്തിയത്. ഇപ്പോൾ കുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട നിലയിലാണ്. സംഭവത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾ കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷനിലും സാമൂഹ്യക്ഷേമ വകുപ്പിലും സ്കൂൾ അധികൃതർക്കും പരാതി നൽകിയിരിക്കുകയാണ്. പരാതി ലഭിച്ചതായും ഇരു കൂട്ടരെയും വിളിച്ച് ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും നടന്നില്ല എന്നുമാണ് സ്കൂളിലെ പ്രധാന അധ്യാപിക സംഭവത്തോട് പ്രതികരിച്ചത്. എന്നാൽ ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ടായ സംഭവമാണെന്നും ക്ലാസ്സിൽ ബഹളം വെച്ചതിനെ തുടർന്ന് എല്ലാ കുട്ടികൾക്കും അടി നൽകിയ കൂട്ടത്തിൽ ഈ കുഞ്ഞിനെയും അടിച്ചതാണെന്നുമാണ് സ്കൂൾ അധികൃതർ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം കുട്ടിയുടെ രക്ഷകർത്താക്കൾ ഉയർത്തുന്ന തരത്തിൽ താൻ കുട്ടിയെ മർദ്ദിച്ചിട്ടില്ല എന്നും പരാതി വാസ്തവ വിരുദ്ധമാണെന്നുമാണ് പരാതിയിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന അധ്യാപികയുടെ പ്രതികരണം. ഞാൻ കുട്ടികൾക്ക് 1ാം ക്ലാസ്സിൽ ആ സമയം ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വലിയ പാടാണ്. അപ്പോൾ കുട്ടികൾക്ക് പഠിപ്പിച്ചതിന് ശേഷം ഞാൻ ഓരോ കുട്ടികളുടെ നോട്ട്ബുക്കിൽ ഓരോ വാക്ക് എഴുതിയിട്ട് കൊടുക്കും. എന്നിട്ട് കുട്ടികളെ വിളിച്ച് ഓരോരുത്തരെയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് കുട്ടികൾക്ക് സ്പെല്ലിങ് പറഞ്ഞു കൊടുക്കും, വാക്ക് പറഞ്ഞു കൊടുക്കും, എഴുതാൻ പറയും. അപ്പോൾ ഓരോരുത്തരെ വിളിക്കുമ്പോഴത്തേക്കും മറ്റു കുട്ടികൾ അവിടെ കിടന്ന് ഓടുകയാണ്. കൊച്ചുങ്ങളാണ്, മക്കളാണ്, അവർ കുസൃതി കാണിക്കും, ഓടുന്നതാണ്. അപ്പോൾ ഞാനൊരു കൊച്ചിനെ അക്ഷരം അറിഞ്ഞുകൂടാത്ത കൊച്ചിനെ ഇങ്ങനെ ആ കൊച്ചിനെ ഇങ്ങനെ എഴുതി കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കുട്ടികൾ ബാക്കിൽ നിന്ന് ഈ ബെഞ്ചിൻ്റെ മണ്ടയിൽ കൂടെ ഓടുന്നു. അപ്പം ഞാൻ എഴുന്നേറ്റ് ബെഞ്ചിൽ കൂടെ മണ്ടയിൽ കൂടെ ഓടാൻ ബാക്കിൽ നിന്നിട്ട് കളിക്കുകയും പിടിച്ച് തള്ളുകയും ചെയ്ത് ഒരു കൊച്ചു വീണ്. അങ്ങനെ ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് അവിടെ ആ ഡെസ്ക് അവിടെ ഒരു ഞാൻ കമ്പ് കൊണ്ടുപോകാറില്ല. സാധാരണ ഞാൻ കുട്ടികളെ വെച്ച് വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ പോയിട്ട് അവിടെ ഇരുന്ന ഒരു കൊച്ചു കമ്പ്, ആ കമ്പിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആ കമ്പെടുത്ത് അവിടെ അന്നേരം കുസൃതി കാണിച്ച കുട്ടികൾക്ക് കയ്യിലെ വെള്ളയിൽ ഓരോ അടി കൊടുത്തിട്ട് ഞാനവിടെ ഒരു കൊച്ചടി കൊടുത്തിട്ട് ഞാനവിടെ അവരെല്ലാവരും ബെഞ്ച് പിടിച്ചിരുത്തിയിട്ട് പിന്നെ വന്ന് ഞാൻ ഓരോരുത്തരെയും വിളിച്ച് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്നു സ്കൂളിൻ്റെ. അവിടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംരംഭത്തിൽ ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴീ കഴിഞ്ഞ വർഷം തൊട്ട് എൻ്റെ മോളുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങളുണ്ടാകുകയാണ്. അവിടെ പിന്നെ ചില അഴിമതികൾ നടന്നു, അവിടെ കെട്ടിട നിർമ്മാണമൊക്കെ ആയിട്ട്. ആ അഴിമതികൾ എൻ്റെ മോള് മനസ്സിലാക്കുകയും അവിടുത്തെ PTA പ്രസിഡൻറ്റും പ്രിൻസിപ്പളും കൂടെ ചേർന്ന്
അവിടെ കെട്ടിട നിർമ്മാണം നടന്നപ്പോൾ അവർ അതിൻ്റെ കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ PTA പ്രസിഡൻ്റാണ് അവിടെ എല്ലാം ഭരിക്കുന്നതായിരുന്നു. ഈ സുരേഷ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ PTA പ്രസിഡൻ്റല്ല, കഴിഞ്ഞ PTA പ്രസിഡൻറ്റ് സുരേഷ് കുമാർ എന്നാണ് പേര്. HMനെയൊന്നും വകവയ്ക്കത്തില്ലായിരുന്നു. അതുള്ള കാര്യമാണ്, അത് നല്ലപോലെയാണ്. എന്ത് കാര്യം കിട്ടിയാലും HMനോട് ചെന്ന് തട്ടിക്കയറും. ഞാൻ എപ്പോഴും പൂർവ്വ വിദ്യാർത്ഥികൾ ചെയ്താലും ഫേസ്ബുക്കിൽ അതിൻ്റെ വാർത്തയിടും. അങ്ങനെ ഫേസ്ബുക്കിൽ വാർത്തയിട്ട കൂട്ടത്തിൽ ഞാനിങ്ങനെ ഒരു സെൻറ്റൻസ് അതിൽ എഴുതിപ്പോയി എന്ന് പറഞ്ഞാൽ, അവിടുത്തെ PTA പ്രസിഡൻറ്റ് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നിട്ടും ഈ ക്രിസ്ത്യൻ ഇങ്ങനെ കാട് പിടിച്ച് നശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ടില്ലയോ എന്ന് ഫേസ്ബുക്കിലൊരു വാർത്തയിട്ടു. ഈ കാരണങ്ങളുടെയൊക്കെ വൈരാഗ്യ നടപടിയാണോ? ആണ്. അന്ന് തൊട്ടാണ് എൻ്റെ മോൾ. അപ്പോൾ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിസ്മയ ന്യൂസ്, കല്ലമ്പലം.